ഇപ്പോൾ സ്കൂളുകളുടെ കാര്യം എങ്ങനെയാണ്? വലിയ നിയമങ്ങളുണ്ടത്രേ. കുട്ടികളെ വഴക്ക് പറഞ്ഞുകൂടാ, അധ്യാപകർ വഴക്ക് പറഞ്ഞുകൂടാ, അധ്യാപകർ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തുകൂടാ, അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ക്ലാസ് ടൈമിൽ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൂടാ. സത്യത്തിൽ ഞാനൊരു ടീച്ചറായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള നിയമങ്ങളായിട്ട് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഈ എക്സാമ്പിൾ, എങ്കിലും അത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ MAക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. MA പുതിയ ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാർക്ക് അന്നും ഇന്നുമുള്ള വിചാരമാണ്, ചിന്തയാണ്, ആരെങ്കിലും ഇവാനിയോസ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ്സുകാരാണ്, അവരെ ഒതുക്കണം. അപ്പോൾ അങ്ങനെ MA ക്ലാസ്സിലേക്ക് ഇവാനിയോസിൽ നിന്ന 2 കുട്ടികളുണ്ടായിരുന്നു, 2 ആൺകുട്ടികൾ. അവരിൽ ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോഴും ഇവിടെ മാന്യമായ പൊസിഷനിലിരിക്കുന്ന ജെന്റിൽമാനാണ്. ആ 2 പേരുടെയും പേരതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അന്വേഷിച്ച് വന്നവൻ ക്ലാസ്സിലില്ല. അവന് എന്തോ ഒരു ഹിൻഡ് കിട്ടിയത് കൊണ്ട് അവനന്ന് ക്ലാസ്സിലേക്ക് വന്നില്ല. അങ്ങനെ നിർബന്ധമായിട്ടും കാണാൻ ആരോ വന്നിരിക്കുന്നു, അത്യാവശ്യമായിട്ട് 2 മിനിറ്റ് വിടാൻ പറഞ്ഞ് ചോദിക്കുന്നു. അവസാനം ഞാൻ ഈൽഡ് ചെയ്യുന്നു. അങ്ങനെ പോയിട്ട് അരമണിക്കൂറായിട്ട് കുട്ടിയെ കാണാനില്ല. എല്ലാ കുട്ടികളുടെയും മുഖത്ത് ഭയങ്കര പരിഭ്രമം. എവിടെ പോയി, നമ്മുടെ കുട്ടി തിരിച്ചു വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ടീച്ചറെ അവരെ കൊണ്ടുപോയിരിക്കുന്നത് യൂണിയൻകാരാണ്, വാർ റൂമിലേക്കാണ് എന്നവർ പറയുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, വരൂ നമുക്ക് എല്ലാവർക്കും കൂടി പോയി അവനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന 23 കുട്ടികളും ഞാനും കൂടി ചേർന്ന് യൂണിയൻ റൂമിലേക്ക് പോകുന്നു. ആ യൂണിയൻ റൂമിനെയാണ് വാർ റൂം എന്ന് പറയുന്നത്. അങ്ങനെ ആ യൂണിയൻ റൂമിൽ ചെന്നപ്പം ഈ കുട്ടി ശരിക്ക് എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, അത്ര വിവശനായിട്ട് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത തരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കസേരയുടെ അടുക്കൽ. എന്താടാ കുട്ടി ഇവനെ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ച് ഞാൻ ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കും, ഇപ്പോൾ ഞാൻ പ്രിൻസിപ്പലിനെ വിളിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ടീച്ചറെ, ഞങ്ങൾ അവൻ്റെ കൂട്ടുകാരനെ പറ്റി ചില കാര്യങ്ങൾ അന്വേഷിച്ചത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അവനോട് ചോദിച്ചിട്ട് അവനൊരക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെ ഉടനെ കുട്ടിയെ എൻ്റെ കൂടെ വിടാൻ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പിന്നെ ആ കുട്ടിയെ ഞങ്ങളുടെ കൂടെ വിട്ടു. അവന് ഞങ്ങളും കൂടെ ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ വന്നിരുന്നതിന് ശേഷം വളരെ സ്നേഹപൂർവ്വം ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്, നിന്നെ അവരെന്ത് ചെയ്തു, എന്തെങ്കിലും ചെയ്തെങ്കിൽ നമുക്ക് പോലീസിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോട് പറയാം, കേസ് എടുപ്പിക്കാം. അപ്പോൾ അവനൊന്നിനും ഉത്തരം പറയുന്നില്ല. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു, അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടായിരുന്നു. എന്താണ്, എന്നെ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മീൻചന്ത. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത്, UDF ഭരണത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കണം. ഞാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവനെ അവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണ്ടല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ വാർ റൂമിൽ പോകുന്ന കുട്ടികൾക്കുള്ള അനുഭവങ്ങൾ, അവർ കിഡ്നി ഇല്ലാതെ അങ്ങനെ പല തരത്തിലാണ് അവർ മാറ്റിമറിക്കപ്പെടുന്നത്. ജീവൻ നഷ്ടപ്പെടുന്നവരും ഉണ്ടാകാം. എറണാകുളത്ത് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോഴും ആ പ്രിയപ്പെട്ട പയ്യനെ പറ്റിയുള്ള ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ മൂത്ത മകന് 9 വയസ്സ്, ഇളയ മകന് 4 വയസ്സ്. അങ്ങനെയുള്ള 2 കുട്ടികളെ തിരുവനന്തപുരത്ത് ഭർത്താവിനോടൊപ്പം ആക്കിയിട്ടാണ് ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് പോയത്, അതുകൊണ്ടല്ല നിങ്ങൾക്ക് അനങ്ങാതിരിക്കാൻ വയ്യായിരുന്നു, എങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കതിലൊരു വിഷമവുമില്ല. കാരണം ഈ കുട്ടി എൻ്റെ കുട്ടിയെപ്പോലെ തന്നെയാണ് എനിക്ക്. എൻ്റെ കുട്ടികളെ നോക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, അതായത് ഭർത്താവിൻ്റെ അമ്മയുണ്ട്. പിന്നെ അങ്ങനെ വേണ്ട രീതിയിൽ അവർ പരിചരിക്കപ്പെടും. അതുകൊണ്ട് സാരമില്ല. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കുട്ടികൾ വളരട്ടെ. അപ്പോഴേ അവർക്ക് ജീവിതത്തെപ്പറ്റി, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ടാകും. അതുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് എൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ട്രാൻസ്ഫർ ആകുന്ന സമയത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു, 7 ദിവസം മുമ്പായിരുന്നു എൻ്റെ തൈറോയിഡ് റിമൂവ് ചെയ്തത് പൂർണ്ണമായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല വിശ്രമത്തിലിരിക്കേണ്ട സമയത്താണ് അന്നിങ്ങനെ സംഭവിക്കുന്നത്. ആദ്യം കോളേജിൽ ചെന്ന ദിവസമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജീവിത അനുഭവങ്ങൾ
സാധാരണ രീതിയിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു അധ്യാപകരെ കൊണ്ടും ഇടപെടാൻ സമ്മതിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെ എൻ്റെ കുട്ടിയാണ്. എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെ വേണം വിദ്യാർത്ഥികളെ വിചാരിക്കാൻ. ഈ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ മുൻപിൽ വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ തന്നെ. അവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അതേ ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെ അറിവ് പകർന്നു കൊടുക്കണം. അറിവ് തന്നെ പകർന്നു കൊടുക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടതല്ല പറയേണ്ടത്. നല്ല അതിനായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിനും നീക്കി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ച് അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് വേണം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ. അങ്ങനെ അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചേഴ്സിനെ കുട്ടികൾ മനസ്സാ വണങ്ങും. അവരുടെ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകില്ല. അത് കൊച്ചു ക്ലാസ് ആകട്ടെ, വലിയ ക്ലാസ് ആകട്ടെ, ഏത് ക്ലാസ്സും ആകട്ടെ. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് തന്നെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന പയ്യന്മാർ സ്കെയിൽ ചൂണ്ടി പേര് പറഞ്ഞ് വിളിച്ച് ചോദിക്കുമ്പോൾ പറയും, ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ടീച്ചറെ, അതുകൊണ്ടാണ് ക്ലാസ്സിൽ പോകാത്തത്, ക്ഷമിക്കണം. പക്ഷേ നീ ചെല്ലണം ക്ലാസ്സിൽ. എൻ്റെ കുട്ടി, നീ ക്ലാസ്സിൽ ചെല്ലണം. നീ 4 ചോദ്യങ്ങൾ ശക്തമായത് നിൻ്റെ സാറിനോട് ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണമെന്ന് പറയണം. അങ്ങനെയാകുമ്പോൾ അയാൾ പഠിച്ച് നല്ല അധ്യാപകനായിട്ട് ക്ലാസ്സിൽ വരും. അങ്ങനെയാണ് നല്ല അധ്യാപകരെ സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ പുറത്തിറങ്ങി നടന്ന, അതായത് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തിറങ്ങി നടന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏത് തൊഴിലിനോടും കൂറ് കാണിക്കണം, ആത്മാർത്ഥത കാണിക്കണം, കാര്യക്ഷമത കാണിക്കണം. അങ്ങനെ കാര്യക്ഷമതയോടെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയും ക്ലാസ് കട്ട് ചെയ്ത് പോകില്ല.